ഹായോ CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ആപ്ലിക്കേഷൻ പ്രോസസ്സിന്റെ പ്രൊസീജിയറുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റി അപ്ഡേഷൻസ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെന്നും ഒരു ഡൈനാമിക് ആണെന്നും അതിന്റെ പ്രോഗ്രാംസ് ഇടയ്ക്കിടയ്ക്ക് യൂണിവേഴ്സിറ്റി പ്രോഗ്രാംസ് ഒക്കെ അവിടെ ആഡ് ചെയ്യാറുണ്ട്. അപ്പൊ ഇവിടെ കോമൺ ആയിട്ട് കണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഡൗട്ട് അഡ്രസ് ചെയ്യുന്നതാണ് ശരിക്കും ഈ വീഡിയോ. സോ ദിസ് വീഡിയോ ഇസ് അബൌട്ട് ബിടെക് അഡ്മിഷൻസ്. അതായത് CUET ബിടെക് അഡ്മിഷൻസ് ഓഫർ ചെയ്യുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ കോളേജസിലാണ് ബിടെക് അഡ്മിഷൻസ് ഉള്ളത് എന്നൊക്കെയാണ് ശരിക്കും കോമൺ ആയിട്ട് കുറെ കണ്ടുവരുന്ന ഡൗട്ട്സ് എന്ന് പറയുന്നത്. ശരിക്കും CUET വഴി CUET എൻട്രൻസ് എക്സാം വഴി ബിടെക് അഡ്മിഷൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളെല്ലാം JEE മെയിൻസിന്റെ സ്കോർ വഴിയാണ് നമ്മുടെ ബിടെക് അഡ്മിഷൻസിന് എടുക്കുന്നത്. ഇപ്പൊ CUETയിൽ പെർഫോം ചെയ്യുന്ന ജാമ്യ മില്ലിയ ആയിക്കോട്ടെ, അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ബിടെക് അഡ്മിഷൻസ് JEE മെയിൻസിന്റെ സ്കോർ വഴിയാണ് എടുക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും CUET വഴിയും നല്ല നല്ല കോളേജസിലേക്ക്, അത്യാവശ്യം നല്ല കോളേജസിലേക്ക് ബിടെക് അഡ്മിഷൻസ് നിങ്ങൾ എലിജിബിൾ ആണ്. ആ കോളേജസ് ഏതാണ്, അവരുടെ പ്രോഗ്രാംസ് ഏതാണ് എന്ന് പറയുന്ന ഒരു വീഡിയോ ആണിത്. സോ ലിസൺ. അപ്പൊ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, CUET എൻട്രൻസ് എക്സാമിന് നിങ്ങൾ ബിടെക് ചൂസ് ചെയ്യുമ്പോൾ കോമൺലി കണ്ടുവരുന്നത് ഒന്നെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി സബ്ജക്ട് സെലക്ഷൻ വരുന്നത് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് സ്ട്രീമാണ്. ചില പ്രോഗ്രാംസ് ചില യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷും ചോദിക്കാറുണ്ട്. ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ചോദിക്കാറുണ്ട്. ഈ അപ്ലൈഡ് മാത്സ് എന്നൊക്കെ ഉള്ള രീതിയിൽ എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസ് എടുത്തൊക്കെ അവിടെ മാത്തമാറ്റിക്സ് ആണ് സാധാരണ ചോദിക്കാറുള്ളത്. അപ്പൊ ഞാൻ യൂണിവേഴ്സിറ്റീസ് പറയാം. നിങ്ങൾ യൂണിവേഴ്സിറ്റീസ് ചൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് CUETയുടെ വെബ്സൈറ്റിൽ ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ട പേപ്പർ എന്ന് അവരോട് കാണിക്കും. അപ്പൊ ആ പേപ്പർ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ടെസ്റ്റ് പേപ്പറിൽ ചൂസ് ചെയ്താൽ മതിയാകും. അപ്പൊ ഏതൊക്കെ ബിടെക് പ്രോഗ്രാമുകൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസിലാണ് ഓഫർ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇതിലൂടെ നോക്കുന്നത്. അപ്പം JEE മെയിൻസിന്റെ കാര്യം നിങ്ങൾക്കറിയാം. JEE മെയിൻസ് നിങ്ങൾക്ക് +1 +2 +1 +2ന്റെ ബേസിലാണ് നിങ്ങളുടെ JEE മെയിൻസ് എക്സാം വരിക. അതിന്റെ സ്കോറിലാണ് നിങ്ങളുടെ ഇതിലേക്ക് വരിക. പക്ഷെ CUETയിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് +2 പേപ്പർ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ +2 സിലബസിന്റെ ബേസിലുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് ബിടെക്കിന്, അതായത് ബിടെക്കിന്റെ എൻട്രൻസ് ടെസ്റ്റ് നിങ്ങൾ എഴുതിയാൽ മതിയാകും. സോ അതാണ് ഒരു ഫസ്റ്റ് ഓഫ് ഓൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമുക്കിനി യൂണിവേഴ്സിറ്റീസ് നോക്കാം. ഇതാണ് CUETന്റെ വെബ്സൈറ്റ്. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ യൂണിവേഴ്സിറ്റീസ്. അപ്പൊ ഒന്നാമത്തത് നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ലക്നൌവിലുള്ള ബാബാ സാഹബ് ഭീമാറാവ് അംബേദ്കർ യൂണിവേഴ്സിറ്റിയിൽ ബിടെക് പ്രോഗ്രാംസ് ഉണ്ട്. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയാണ്, അതുകൊണ്ടാണ് നമ്മൾ ഈ യൂണിവേഴ്സിറ്റി പറയുന്നത്. ദൂരം കൂടെ നിങ്ങൾ നോക്കണം കേട്ടോ. നിങ്ങൾക്ക് സെലക്ടബിൾ ആണ്, ആക്സസിബിൾ ആണുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചൂസ് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഏതൊക്കെ ബിടെക് പ്രോഗ്രാംസ് ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടെന്ന് പറയാൻ വേണ്ടി മാത്രം ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. സോ ഇവിടെ അത്യാവശ്യം എല്ലാ CS-ഉം ഇലക്ട്രിക്കലും മെക്കാനിക്കലൊക്കെ അടങ്ങുന്ന ബിടെക് പ്രോഗ്രാംസ് ഉണ്ട്. ലൊക്കേഷൻ ലക്നൗ, ഉത്തർപ്രദേശ് ആണ് ബാബാ സാഹബ് ഭീമാറാവ് അംബേദ്കർ യൂണിവേഴ്സിറ്റി. നെക്സ്റ്റ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയാണ്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റീസിൽ CUET വഴി 2 ബിടെക് പ്രോഗ്രാംസ് ആണ് അവർ പറയുന്നത്. ഒന്ന് ഡയറി ടെക്നോളജിയാണ്, മറ്റൊന്ന് ഫുഡ് ടെക്നോളജിയാണ്. ഈ 2 പ്രോഗ്രാമുകളാണ് ശരിക്കും നമ്മുടെ ബിടെക് പ്രോഗ്രാം ഇൻ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ പറയുന്നത്. അവിടെ നിങ്ങളുടെ ചൂസ് ചെയ്യേണ്ട സബ്ജക്ട് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് മാത്രമാണ്. നിങ്ങൾ സെക്ഷൻ 2-ലുള്ള ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് മാത്രം ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് അത് മാത്രം ചൂസ് ചെയ്തവർക്ക് നിങ്ങൾക്ക് BHUവിൽ അപേക്ഷിക്കാം ഫോർ ഡയറി ടെക്നോളജി ആൻഡ് ഫുഡ് ടെക്നോളജി സബ്ജക്ട്സ്. നെക്സ്റ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഗവൺമെന്റ് യൂണിവേഴ്സിറ്റീസ് ആണല്ലോ. അപ്പം ഒന്ന് ഹരിയാനയാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാനയുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാനയിൽ മെയിൻലി നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഉണ്ട്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, പ്രിന്റിംഗ് ആൻഡ് പാക്കേജിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു എഞ്ചിനീയറിംഗ് ബിടെക് ഉണ്ട്. ബിടെക്കിന് പ്രിന്റിംഗ് ആൻഡ് പാക്കേജിംഗ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. പിന്നെ CSE നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, പിന്നെ സിവിൽ. അപ്പൊ ബേസിക് ആയിട്ട് CS, സിവിൽ ഉണ്ട്, പിന്നെ പ്രിന്റിംഗ് ആൻഡ് പാക്കേജിംഗ് എഞ്ചിനീയറിംഗ്. ഇത്രയും കോഴ്സുകളാണ് CUETയിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാനയിലേക്ക് ബിടെക് പ്രോഗ്രാമിലേക്ക് അവർ ഓഫർ ചെയ്യുന്നത്. മറ്റൊന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മു ആണ്. ജമ്മുവിലും ഇതേപോലെ ബിടെക് പ്രോഗ്രാമുകളുണ്ട്, കുറെ ഉണ്ട്. അതിൽ ഞാൻ കണ്ട ഒരു വെറൈറ്റി പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ EC വിത്ത് ഏവിയോണിക്സ് ആണ്. ഏവിയോണിക്സ് ഉൾപ്പെടെ വരുന്ന ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി. അത് ഞാൻ പറയാണ്. ബാക്കി കോഴ്സുകളും ഉണ്ട്. നിങ്ങൾക്ക് EC വിത്ത് ഏവിയോണിക്സും ശരിക്കും ഇവിടെ ഉണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മുവിലുണ്ട്. നെക്സ്റ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക, ഗുൽബർഗിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക ഓഫർ ചെയ്യുന്ന ബിടെക് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒന്ന് ട്രിപ്പിളി ആണ്. QET വഴി അവർ ഓഫർ ചെയ്യുന്നത് ഒന്ന് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്, പിന്നെ മാത്തമാറ്റിക്കൽ ആൻഡ് കമ്പ്യൂട്ടിംഗ് എഞ്ചിനീയറിംഗ് എന്ന് പറയും. അപ്പം അത് നിങ്ങൾക്ക് അപ്പം ഏത് ടെസ്റ്റ് പേപ്പർ ആണ് ചൂസ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പോവുക. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക അടിക്കുക. നിങ്ങളുടെ കോഴ്സിൽ ബിടെക് ഇൻ മാത്തമാറ്റിക്കൽ കമ്പ്യൂട്ടിംഗ് സെലക്ട് ചെയ്താൽ തൊട്ട് താഴെ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ഡൊമൈൻ പേപ്പേഴ്സ് അവരോട് കാണിക്കും. അത് ചൂസ് ചെയ്താൽ മതിയാവും. അപ്പൊ നെക്സ്റ്റ് ഇപ്പൊ പറഞ്ഞത് യൂണിവേഴ്സിറ്റി, ദാറ്റ് ഇസ് കർണാടക യൂണിവേഴ്സിറ്റിയിൽ ട്രിപ്പിളിയും അതേപോലെ തന്നെ മാത്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞ് ബാച്ചിലർ ഓഫ് ടെക്നോളജി ശരിക്കും എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഓഫർ ചെയ്യുന്നുണ്ട്. സോ അതാണ് അടുത്തത്. പിന്നെ നിങ്ങൾക്കറിയാം LPU പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആണ് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പൊ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയിൽ, പഞ്ചാബിലുള്ള യൂണിവേഴ്സിറ്റിയിൽ LPUവിന് ടെസ്റ്റ് ഉണ്ട് ശരിക്കും. അതുവഴി നിങ്ങൾക്ക് കയറാം. അത് മാത്രമല്ല CUET വഴി നിങ്ങൾക്ക് അഡ്മിഷൻ പോസിബിൾ ആണ്. പക്ഷെ അതിന് CUET ലിസ്റ്റ് ചെയ്തിട്ടുള്ള കോഴ്സുകൾ മാത്രമേ ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ അറിയണം, എൻട്രൻസ് CUET ആണ്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആണ്. ഇതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഞാനിവിടെ പ്രത്യേകം എഴുതാം, ഇറ്റ് ഈസ് എ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി.
LPU. നെക്സ്റ്റ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയാണ്. പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഇതേപോലെ ബിടെക് പ്രോഗ്രാമുകളുണ്ട്. CUT വഴി പോണ്ടിച്ചേരിയിൽ കൊടുക്കുന്ന ബിടെക് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ആണ്. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പ്രോഗ്രാം ആണ്. 5 ഇയർ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ആണ് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ CUT വഴിയുള്ള അഡ്മിഷൻ വഴി എടുക്കുന്നത്. ആ പ്രോഗ്രാം കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റം, അതായത് ബാങ്കിങ് ടെക്നോളജി ആണ്. കമ്പ്യൂട്ടർ സയൻസും ബിസിനസ് സിസ്റ്റവും ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ബാങ്കിങ് ടെക്നോളജി കോഴ്സ് ആണ് ശരിക്കും നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പോണ്ടിച്ചേരിയിൽ ശരിക്കും ക്യുവെറ്റ് CUT വഴി നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നേടാൻ പറ്റുന്ന അഡ്മിഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. ബാങ്കിങ് ടെക്നോളജി ആണ് ശരിക്കും ഈ പറഞ്ഞ നമ്മുടെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലുള്ളത്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ബാങ്കിങ് ടെക്നോളജിയാണ്. ഫിനാൻഷ്യൽ ടെക്നോളജി എന്നോ ബാങ്കിങ് ടെക്നോളജി എന്നൊക്കെ പറയാം. അത്യാവശ്യം ഇപ്പോഴത്തെ ഇതിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു കോഴ്സാണ്. പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലും ഇതേപോലെ ബിടെക് പ്രോഗ്രാം ഉണ്ട്. അത് ശ്രദ്ധിക്കണം. ഒരു സിംഗിൾ ബിടെക് പ്രോഗ്രാമേ CUT വഴി ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഓഫർ ചെയ്യുന്നുള്ളൂ. അത് IT ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്നോവേഷൻ എന്നാണ് ആ പ്രോഗ്രാമിന്റെ പേര്. IT ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്നോവേഷൻ എന്നാണ്. നിങ്ങൾ അവിടെ ചൂസ് ചെയ്യേണ്ട പേപ്പർ ഒന്ന് ഇംഗ്ലീഷും മറ്റൊന്ന് അപ്ലൈഡ് മാത്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സും ആണ്. മാത്തമാറ്റിക്സും ഇംഗ്ലീഷും മാത്രം മതി ഇവിടെ ഈ പ്രോഗ്രാമിൽ അഡ്മിഷൻ കിട്ടാൻ. ഇത് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയിൽ ഓഫർ ചെയ്യുന്നതാണ്. ആൻഡ് ഫൈനലി UPES ആണ്, അതായത് പവർ ആൻഡ് എനർജിക്ക് വേണ്ടി പ്രത്യേകമുള്ള യൂണിവേഴ്സിറ്റീസിലെ പ്രോമിനന്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് ഡെറാഡൂണിലുള്ള, ഉത്തരാഖണ്ഡ് ഡെറാഡൂണിലുള്ള UPES എന്ന് പറയും. അപ്പൊ പലരും ചോദിച്ചിട്ടുണ്ട് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കണമെങ്കിൽ IITസിൽ മാത്രമേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് ഒരു ഉത്തരമാണ് ശരിക്കും UPES ഡെറാഡൂൺ. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്, പിന്നെയും പറയാണ് ഇറ്റ് ഇസ് എ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി. പക്ഷെ CUT വഴി നിങ്ങൾക്ക് അവിടെ ബിടെക് അഡ്മിഷൻസ് പോസിബിൾ ആണ്. സോ ഇതൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്, അതും കൂടെ പറയാണ് UPES ഡെറാഡൂൺ എന്ന് പറയുന്നത്. അവിടെയും ഒരുപാട് എഞ്ചിനീയറിംഗ് കോഴ്സുകൾ CUT വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ആ പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട സബ്ജക്റ്റുകൾ അവിടെ കാണിക്കും. അപ്പൊ നിലവിൽ ഇപ്പോൾ CUT ആഡ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് പ്രകാരം ഇത്രയും ഞാൻ എല്ലാ യൂണിവേഴ്സിറ്റീസും ഒന്നും പറഞ്ഞിട്ടില്ല, കുറച്ച് പ്രോമിനന്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് എടുത്ത് നോക്കി പറഞ്ഞു എന്ന് മാത്രം. ഇതിൽ കൂടുതലും ഗവൺമെന്റ് യൂണിവേഴ്സിറ്റീസ് ആണ്. LPUവും UPS ഒഴിച്ച് ബാക്കിയെല്ലാം ഗവൺമെന്റ് യൂണിവേഴ്സിറ്റീസ് ആണ്. അപ്പൊ അതനുസരിച്ചുള്ള ഫീസ് സ്ട്രക്ചർ പ്രതീക്ഷിച്ചാൽ മതിയാവും. പിന്നെ ജാമിയയിലും NFSUയിലൊക്കെ ശരിക്കും ബിടെക് പ്രോഗ്രാംസ് എല്ലാം നമ്മുടെ JEE മെയിൻസിന്റെ വഴിയാണ്, CUT വഴിയല്ല. അപ്പൊ CUT വഴി നിങ്ങൾക്ക് എഴുതാവുന്ന CUT എക്സാം നിങ്ങൾക്ക് അറിയാം, പൊതുവെ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ JEEയെക്കാളും കുറച്ചും കൂടെ സിംപ്ലർ ലെവലിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാം ആണ് CUT. അപ്പം അതിൽ ബിടെക് നേടണമെങ്കിൽ ഇത്രയും കോളേജസ് നിലവിൽ വന്നിട്ടുള്ള കോളേജസിൽ ഇത്രയും നിങ്ങൾക്ക് നോക്കാം. ഇനി നിങ്ങൾക്ക് അഗ്രികൾച്ചറിലാണ് എഞ്ചിനീയറിംഗ് നോക്കാൻ താല്പര്യമെങ്കിൽ അതും ഐക്കറിന്റെ താഴെ വരുന്നതാണ്, അതും CUT വഴിയാണ്. പുതിയ നോട്ടിഫിക്കേഷൻ ഒന്നും ഐക്കറിനെ കുറിച്ച് വന്നിട്ടില്ല, അത് വരുമ്പോൾ നമ്മളത് വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇത്രയും കോഴ്സുകൾ നിങ്ങൾക്ക് ബിടെക് ഓഫർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. പിന്നെ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് സിലബസ് ആണ്. ഇവിടെ സിലബസ് അപ്ഡേറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ അപ്ഡേറ്റഡ് അല്ല. പക്ഷെ സിലബസ് നിങ്ങളുടെ 2023-24 NCERT ബേസിലാണ്, ശരിക്കും +2 NCERT ബേസിലാണ് നിങ്ങളുടെ എക്സാം ഉണ്ടാവുക. സോ കീപ് ഗോയിങ്. സൈറ്റിൽ ഇടയ്ക്കിടയ്ക്ക് കയറി ഫൈനൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കറക്ഷനിൽ നമുക്കിത് മാറ്റാം. എന്തെങ്കിലും എറർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കറക്ഷൻ വേണ്ടിയിൽ മാറ്റാം. അഥവാ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ വെയിറ്റ് ചെയ്തിട്ടൊക്കെ ഫൈനൽ സബ്മിറ്റ് ചെയ്താൽ ഏതെങ്കിലും എക്സ്ട്രാ യൂണിവേഴ്സിറ്റീസ് ആഡ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കോഴ്സിനും കൂടെ അപ്ലൈ ചെയ്യാം. സോ ദിസ് വീഡിയോ ഈസ് പ്യൂർലി ഫോർ ബിടെക് നോക്കുന്നവർക്ക് വേണ്ടിയാണ്. ഒരു ഓപ്ഷൻ എന്ന രീതിയിൽ JEE പോലെ, കീം പോലെ, കുസാറ്റ് പോലെ, VIT പോലെ, പല IMU പോലെ, ഐസർ പോലെ ഒക്കെ നിങ്ങൾക്ക് നോക്കാവുന്ന ഒരു പ്രോഗ്രാമാണ് CUT എന്ന് പറയുന്നത്. സോ താങ്ക് യു സോ മച്ച്. ബൈ.